ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രമുഖ യൂട്യൂബറുമായി പ്രണയത്തിലാണെന്ന് ഇങ്ങനെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. നിയമം അത് ശരിക്കും അതിലെന്തെങ്കിലും സത്യമുണ്ടോ? യാഥാർത്ഥ്യം എന്തെങ്കിലും ഉണ്ടോ? അതിലെന്തെങ്കിലും സത്യമുണ്ടോ? പ്രമുഖ യൂട്യൂബറുമായി പ്രണയത്തിലാണെന്ന് ഇങ്ങനെ റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അങ്ങനെയുള്ള മാന്ത്രികനാണ് എന്ന് ചോദിച്ചാണ്. എന്റെ മോൻ അത്ര മോശക്കാരനല്ലൊരു വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാവരും പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. വീട്ടുകാരറിയാതെ പോയി മാന്ത്രികം പഠിച്ചതാണ്. ഇതൊരു നീമയുടെ ഒരു മുഴുനീള കഥാപാത്രത്തെ ഇതിനകത്ത് കാണാൻ സാധിക്കുമോ? കടപ്പാട്ടത്തെ മന്ത്രിനകത്ത് ഒരു മുഴുനീള കഥാപാത്രത്തെ കാണാൻ സാധിക്കും? ആക്ച്വലി പറഞ്ഞേ ഞാൻ ത്രൂ ഔട്ട് എന്റെ വരെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതലും പ്രേമം അതേപോലെ സുമിത്തേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് എപ്പോഴും ഉണ്ട്. ബാക്കി എല്ലാവരും എതിർത്തിട്ട് സുമിത്തേട്ടന്റെ കൂടിയാണ് ഞാൻ ഇപ്പോഴും. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു സീനിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ അത് കട്ട് ചെയ്തില്ലെങ്കിൽ വരും. അപ്പോ ഒരു സപ്പോർട്ടിങ് സുമിത്തേട്ടനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ എതിർക്കുന്നത്. നമ്മുടെ റൊമാൻസ് ഉള്ള സിനിമയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതിൽ റൊമാൻസ് ഒക്കെ എത്രത്തോളം വർക്ക്ഔട്ട് ആയെന്ന് കണ്ടിരുന്നു? അതിന്റെ പ്രിവ്യൂ എന്തെങ്കിലും കണ്ടിരുന്നു? സോങ് കണ്ടിരുന്നു. അപ്പൊ റൊമാൻസ് ഒക്കെ എത്രത്തോളം വർക്ക്ഔട്ട് ആയി? വിചാരിക്കുന്നത്ര പക്ഷെ ഇതൊരു നാട്ടുമ്പുറത്തെ ഒരു പ്രണയമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? മുൻനിര നായികന്മാരുടെ പ്രണയ അഭിനയം ഉണ്ടല്ലോ, അതിന്റെ അത്രയും വെല്ലുവിളിയായി മാറുമോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയൊന്നും വേണ്ട, അവരൊക്കെ ഇത് ചെയ്തോട്ടെ. ഞാൻ എന്റെ രീതിയിൽ കൊച്ചു പ്രണയം എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു പൈങ്കിളി അങ്ങനത്തെ രീതിയിലാണല്ലോ പെൺകുട്ടികൾക്ക് പെട്ടെന്ന്